ഹരിശ്രീ ഗണപതയേ നമഃ. അവജ്ഞമസ്തു. നക്ഷത്രജാലത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ജൂലൈ മാസത്തിൽ ചെറിയ ചെറിയ രാശിമാറ്റങ്ങളാണ് 27 നാളിലെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ളൊരു വിഭാഗം ഒന്ന് തൊട്ട് വയ്ക്കുക. അപ്പോൾ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കും. ഇനി നമ്മൾ പറയുന്നത് പുണർതം, പൂയം, ആയില്യം 3 നാളുകളാണ്. പുണർതം നാളിനെ കുറിച്ച് പറയുവാണെങ്കിൽ, അതായത് ആലോചിച്ചെടുത്ത് ആസൂത്രണം ചെയ്ത കാര്യങ്ങൾ അത് പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രമുഖരുമായിട്ടുള്ള പരിചയമൊക്കെ ഉണ്ടെങ്കിൽ അത് ഗുണകരമായി തീരും. കരാർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പുതുക്കി കിട്ടും. പക്ഷേ വ്യവസ്ഥകൾ കുറച്ച് പ്രശ്നമായി തോന്നും. സാമ്പത്തിക കാര്യങ്ങളൊക്കെ മോശം ഒരിക്കലും വരില്ല, നല്ലത് തന്നെയാണ്. ഗൃഹോപകരണങ്ങളൊക്കെ, ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളൊക്കെ, അതിനൊക്കെ വാങ്ങാനായിട്ട് പണം ചെലവഴിക്കും. ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് പുറത്തേക്ക് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതൊക്കെ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കുന്നൊരു സമയമാണ്. മന്ദഗതിയിൽ പോയിക്കൊണ്ടിരുന്ന ബിസിനസ്സൊക്കെ പുഷ്ടിപ്പെടാനൊരു സാധ്യത കാണുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് പരസ്യത്തിൻ്റെ സഹായം തേടും, അത് നല്ലതാണ്. കൂട്ടുകെട്ടിൽ നിന്നും കുറച്ചകന്ന് നിൽക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നിങ്ങൾക്ക് ഗുണകരം. ഇനി നമ്മൾക്ക് ഇത്രയുമാണ് നമുക്ക് പുണർതത്തിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് പൂയം നാളിനെ കുറിച്ച് പറയാം. ആര്യത്തിൻ 12-ലാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഔദ്യോഗികപരമായിട്ട് കുറച്ച് അരച്ചിലുണ്ടാവും. കിട്ടേണ്ട പണമൊക്കെ കൈവശം വരാനായിട്ട് കുറച്ച് കാലതാമസം ഉണ്ടാവും. സംഘടനയിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. വീട് വയ്ക്കാനൊക്കെ ആലോചിക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ഒന്ന് ബലപ്പെടും. പിന്നെ കുടുംബത്തിലുള്ളവരുമായിട്ടുള്ള ഒരു പരസ്പരമുള്ളൊരു സഹകരണം കുറച്ചും കൂടി മെച്ചപ്പെടും. ശുക്രൻ 11-ൽ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ രോഗസുഖമുണ്ടാകും. പ്രണയബന്ധത്തിൽ അകപ്പെട്ട ഒരാളാണെങ്കിൽ വിവാഹ സാഫല്യത്തിലേക്ക് നീങ്ങുന്നതാണ്. അങ്ങനെയാണ് കാണുന്നത്. പിന്നെ മാതാപിതാക്കളുടെ ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം. ഇതാണ് പൂയം നാളിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ആയില്യം നാളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ കർമ്മരംഗത്ത് വെല്ലുവിളികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് രാശികളിൽ മുൻപിൽ നിൽക്കുന്നത് പാപഗ്രഹം ആയതുകൊണ്ട് തന്നെ സമ്മർദ്ദങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. ചെറിയ കാര്യങ്ങൾ പോലും പൂർത്തിയാക്കാൻ ഒരുപാട് സമയം വേണ്ടിവരും, ഒരുപാട് ബുദ്ധിമുട്ടും. മേലധികാരികളുടെ അപ്രീതിയും സഹപ്രവർത്തകരുടെ വിരോധവും ഒക്കെ നേരിടേണ്ട സാഹചര്യം ഉണ്ടാകും. എങ്കിലും ശുക്രൻ ഈ മാസം മുഴുവൻ അനുകൂലമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരുടെ ഹൃദയപൂർവമായ പിന്തുണ കൂടെ ഉണ്ടാകും. അതായത് നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരുടെ പിന്തുണ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ബന്ധങ്ങളുടെ ശക്തി ഒന്നുകൂടി കൂടും, എല്ലാ ബന്ധങ്ങളുടെയും. അനുരാഗികളൊക്കെ ആയിട്ടുണ്ടാകുന്ന അനുരാഗം, പ്രണയം ഉണ്ടെങ്കിൽ സ്വപ്നങ്ങളൊക്കെ സഫലമാകുന്നൊരു സമയമാണ്. സ്വന്തം തൊഴിൽ സ്വാഭാവികമായ മുന്നേറ്റം പ്രതീക്ഷിക്കാം. ഇത്രയും കാര്യങ്ങളാണ് പറയുവാനുള്ളത് 3 നാളിനെ കുറിച്ച്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.